ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിനുള്ള സമയവും സാഹചര്യവും കറക്റ്റായിട്ട് ഒത്തു വന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിന് മുമ്പ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒത്തിരി വൈകിപ്പോയി. എനിവേ ഇപ്പം ഇന്നായിരിക്കും അതിന് പറ്റിയ സമയം എന്ന് വിചാരിക്കുന്നു. ഞാൻ 2021 ഒക്ടോബർ 3 സൗദിയിൽ വന്ന് ജോയിൻ ചെയ്തു. ഹോസ്പിറ്റലിൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കറിയാലോ, സൗദിയിൽ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ പ്രൊമട്രിക്ക് എക്സാം എഴുതി പാസ്സായി ലൈസൻസ് വേണം. അപ്പോൾ ഇവിടെ വന്ന് 1 ഇയർ ആകുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് HR-ൽ നിന്ന് അവർ പറഞ്ഞു, നമ്മൾ എക്സാം എഴുതണം, പെട്ടെന്ന് തന്നെ എഴുതണം. എനിക്ക് തോന്നുന്നു ഞാൻ വന്നൊരു 7 മാസം കഴിഞ്ഞ ടൈമിൽ, ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു ദിവസം ഡേറ്റ് എടുത്ത് എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഡേറ്റ് എടുത്തു, എക്സാം എഴുതാൻ പോയി. ആദ്യം എക്സാം എഴുതി. അബഹയിലായിരുന്നു എക്സാം. റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫെയിലായി. ഒന്നും പഠിക്കാതെ ഞാൻ പോയി എഴുതിയിട്ട് എനിക്ക് 400 സംതിങ് മാർക്കാണ്. ഒന്നും പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒന്നും പഠിച്ചില്ല. അങ്ങനെ ഒന്ന് പഠിക്കാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല ആദ്യത്തെ എക്സാമിന്. അതേപോലെ രണ്ടാമത് വീണ്ടും കുറച്ച് നാൾ എലിജിബിലിറ്റി തീരുന്നതിന് മുമ്പ് രണ്ടാമതും പോയി എക്സാം എഴുതാൻ പറഞ്ഞ് അങ്ങനെ എഴുതാൻ പോയി. ആ സമയത്ത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറച്ച് എന്തൊക്കെയോ ഒന്ന് പഠിച്ചു. വീണ്ടും എക്സാം എഴുതാൻ പോയി. അതും റിസൾട്ട് വന്നു. അതും 400, ആദ്യം എഴുതിയതിനേക്കാളും കുറച്ചുകൂടി മാർക്ക് കൂടുതൽ കിട്ടി. അതും ഫെയിലായിപ്പോയി. പാസ്സാവാനാണെങ്കിൽ എനിക്ക് 500 മാർക്ക് വേണം പാസ്സാവാൻ. വീണ്ടും ഫെയിലായി. വീണ്ടും മൂന്നാമത്, ആ 3 ചാൻസേ ഉള്ളൂ എഴുതാനായിട്ട്. മൂന്നാമത്തെ തവണയും എക്സാം എഴുതി. മൂന്നാമത്തെ തവണയും ഞാൻ 6 മാർക്കിന് ഫെയിലായി. അങ്ങനെ എൻ്റെ 3 ചാൻസ് കഴിഞ്ഞു. എൻ്റെ എലിജിബിലിറ്റി തീർന്നു. ലാസ്റ്റ് എപ്പോഴും MOH റൗണ്ട്സ് വരുന്നു, ചെക്കിങ് വരുന്നു. എല്ലാം ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ലൈസൻസ് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. ലൈസൻസ് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ MOH പിടിച്ചു കഴിഞ്ഞാൽ അവർ ഫൈൻ അടയ്ക്കേണ്ടി വരും. നല്ലൊരു എമൗണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് എന്നാണ് കോൺട്രാക്റ്റ് തീരുന്നത്, കോൺട്രാക്റ്റ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണം എന്നവർ പറഞ്ഞു. അങ്ങനെ 2023 ഒക്ടോബർ 3 ആകുമ്പോഴത്തേനും എൻ്റെ കോൺട്രാക്റ്റ് തീരുമായിരുന്നു. ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം നാട്ടിലെ കടങ്ങൾ, ഇവിടെ അല്ലാതെ കടങ്ങൾ, ഇവിടുന്ന് പെട്ടെന്ന് നിർത്തിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യും എന്നുള്ള ചിന്തയായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് അനുഭവിച്ച എൻ്റെ ഒരു മാനസിക സമ്മർദ്ദം എന്നോ എന്ത് വേണേലും പറയാം. എനിക്കറിയത്തില്ല ഞാൻ അതെങ്ങനെ പറഞ്ഞ് വലിപ്പിക്കണമെന്നറിയത്തില്ല. ഹോസ്പിറ്റൽ ഡയറക്ടറിൻ്റെ അടുത്ത് പെർമിഷൻ എടുക്കാൻ പോയി. അവരെന്നിട്ട് പറഞ്ഞു ഡിസംബർ വരെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അത് സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ അടുത്ത് പോയിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ച് കുറേ തവണ അവരുടെ പുറകെ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടറിനാണെങ്കിലും പോയി ചോദിച്ച് അവർ സമ്മതിച്ചു. അവർ പറഞ്ഞു മാർച്ച് വരെ നിൽക്കണമെങ്കിൽ 2024 മാർച്ച് വരെ നിൽക്കാം. മാർച്ച് വരെ നിൽക്കണമെങ്കിൽ നമ്മൾ ഇക്കാമ ഒരു 2025 റിയാൽ സംതിങ് എങ്ങാണ്ട് ഇക്കാമയ്ക്ക് അടയ്ക്കണം. അങ്ങനെ അടച്ച് ഇക്കാമ പുതുക്കിയാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് പോലും അന്ന് എൻ്റെ കയ്യിൽ എടുക്കാനായിട്ട് പെട്ടെന്നില്ലായിരുന്നു. അങ്ങനെ ഇതുപോലെ ഇക്കാമയുടെ എക്സ്പയറി തീരാറായ ഒരു സമയത്ത് ഞാൻ ആരാണോ അവിടെ കാണരുത് എന്ന് പ്രാർത്ഥിച്ചത്, ആ ഒരു വ്യക്തി അന്ന് ആ ഇക്കാമ കൊടുക്കാൻ നേരം അവിടെ ഇല്ലായിരുന്നു. എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് വേറൊരു വ്യക്തിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ ഇക്കാമയും സാധാരണ നോർമൽ രീതിയിൽ നമ്മൾ ഇക്കാമ പുതുക്കാൻ കൊടുക്കുന്ന എമൗണ്ട് ഞാൻ കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ
ഇക്കാമയും പുതുക്കി കിട്ടി. അങ്ങനെ ഇക്കാമ പുതുക്കി കിട്ടി. എനിക്ക് അടുത്തത് ജൂൺ വരെ നിൽക്കാം എന്നുള്ള ഇക്കാമയിൽ എക്സ്പയറി ജൂൺ വരെയായി. അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇവർ പോകാൻ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്നും ചിലപ്പോൾ ആരും കാണാതെ രാത്രിയിൽ കരഞ്ഞ ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു തവണ ഇതുപോലെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഈ എന്തുവാ പറയുന്നത്, ഈ സൗദി കൗൺസിലിൻ്റെ ഇതിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ദിവസം ഇങ്ങനെ തോന്നി, നീ ഒന്നും കൂടെ നിന്നെ മാർക്ക് എടുത്ത് വെച്ച് നോക്ക് എന്ന് എൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇത് ചെയ്യുന്ന ഒരു സ്റ്റാഫുണ്ട് ഇവിടെ, അവരോട് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. ഇത്ര മാർക്കിനാണ് 6 മാർക്കിനാണ് ഫെയിലായിപ്പോയത്, ഒരു ചാൻസും കൂടി തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു. ദൈവം എന്തുവാ പറയുന്നത്, നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇത് ചെയ്തെന്ന് പറയുന്നത് പോലെ ഒരാഴ്ചക്കുള്ളിൽ അവർ റിപ്ലൈ തന്നു. ഞങ്ങൾ നിൻ്റെ ഇത് പ്രൊഫൈല് നോക്കിയിട്ട് അവർ റിപ്ലൈ തരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എപ്പോഴും നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിനെക്കൊണ്ട് പറ്റില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ കൂടുതലും ചെയ്യുന്നൊരു കാര്യമാണ് വചനം എഴുതി പ്രാർത്ഥിക്കുന്നത്. 1000 വട്ടോ 100 വട്ടോ എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും സമയം പറ്റാവുന്നത് പോലെ ഞാൻ വചനം എഴുതിയിട്ട് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് കിട്ടിയൊരു വചനമാണ്, അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും, ആരും അവരെ പിഴുതെറിയുകയില്ല. ആമോസ് 9:15. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് ഒരു ദിവസം ഒരു 100 എണ്ണം വെച്ച് എന്നും ഞാൻ എഴുതി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണിത്. ഈ വചനത്തിന് അത്രമേൽ ശക്തി ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം. അതേപോലെ ഒരു തവണ ഫേസ്ബുക്കിൽ കണ്ടു, നിയോഗ ജപമാല പ്രാർത്ഥിച്ച ഒരാളെ പോലും മാതാവ് കൈവിട്ടിട്ടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ തറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തു, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തു. അതിനുശേഷം ഓരോ കാര്യങ്ങളും അവരോട് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ എപ്പോഴും പറയും, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ആദ്യത്തെ കുറച്ച് മെസ്സേജൊക്കെ എൻ്റെ പഴയ ഫോണിലായിരുന്നു, അത് മിസ്സായിപ്പോയി. ഞാൻ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഞാനതിൽ ആ മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു. ജൂൺ 2023 ആപ്ലിക്കേഷൻ ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു. അത് ആദ്യം റിജക്റ്റ് ചെയ്തു. വീണ്ടും ജൂൺ 5 അവർ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മെയിൽ വന്നു. അവർ പറഞ്ഞു 5 ബിസിനസ് ഡേയ്സിനുള്ളിൽ അവർ എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം, എലിജിബിലിറ്റിയുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ അവരെൻ്റെ അക്കൗണ്ട് എല്ലാം ശരിയാക്കി. ഇത് ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും ഞാൻ ഈ നിയോഗ ജപമാലയുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറയും. അതിലായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം. ഒരിക്കലും നടക്കില്ല എന്ന് നടക്കില്ല എന്ന് തന്നെയായിരുന്നു. കാരണം നമുക്കൊരു ഹോപ്പും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നത്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ള ഒരാളുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. വീണ്ടും ഞാൻ പറയാം, 2024 ഫെബ്രുവരി 21 ഇവർ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലുകാർക്ക് ഞാനെന്ന വ്യക്തിനെ കൊണ്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റാഫിനെ കൊണ്ട് ആവശ്യമുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. അത് ഇതേപോലെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു 1 മന്തിന് ശേഷമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ലെറ്റർ കിട്ടി അപ്ലൈ ചെയ്തത്. എന്നിട്ടും അവരെൻ്റെ ലെറ്റർ സ്വീകരിച്ച് ജൂൺ 2024 ജൂൺ 10 അവരെനിക്ക് ഒരു ട്രാൻസാക്ഷൻ നമ്പർ
അയച്ചു തന്നു. അതായത് ട്രാൻസാക്ഷൻ നമ്പർ മീൻസ് ഒരു എലിജിബിലിറ്റി നമ്പർ എന്ന് തന്നെ പറയാം. അങ്ങനെ ജൂൺ 11 എനിക്ക് എലിജിബിലിറ്റി 1 ഇയറിലോട്ട് എലിജിബിലിറ്റി ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവരെനിക്ക് തന്നു. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം കൊണ്ട് ചിലപ്പോൾ അവർക്ക് തരാം. പക്ഷേ എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് 1 ഇയർ എലിജിബിലിറ്റി തന്നു. എനിക്ക് ആ 1 ഇയറിനുള്ളിൽ എനിക്ക് അത് എഴുതിയെടുത്താൽ മതി. അത്രയൊന്നും നിന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് വെച്ച് ഞാൻ പഠിച്ചു. ആ സമയം തന്നെ എലിജിബിലിറ്റി എനിക്ക് എന്ന് കിട്ടിയോ അതിൻ്റെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. നാട്ടിലേക്കാണ് എക്സാം ഡേറ്റ് എടുത്തത്. അതിനുള്ളിൽ നാട്ടിലൊരു ഒരാഴ്ചത്തെ കോഴ്സിനും കൂടി ചേർന്നു. നാട്ടിൽ ട്രിവാൻഡ്രത്ത് ഒരിടത്തെ നമുക്ക് സെൻറ്ററുള്ളൂ. എനിക്ക് 1 ഇയറിൽ എനിക്ക് ഒരു ചാൻസേ ഉള്ളൂ. ആ ഒരൊറ്റ ചാൻസിൽ എനിക്ക് എഴുതിയെടുക്കണം. അങ്ങനെ ആ എലിജിബിലിറ്റി നമ്പർ എല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്തു. എക്സാം ഡേറ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്തു. ലീവിന് കൊടുത്തു. എല്ലാം ദൈവം റെഡിയാക്കി തന്നു. ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇതേപോലെ നിയോഗ ജപമാലയിൽ ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, എനിക്ക് ആ ജപമാല ചെല്ലണം, അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഒരു മാസം ആദ്യം 3 ദിവസം നമ്മൾ നോയമ്പെടുത്തതിന് ശേഷം ആദ്യം ഒരു 3 ദിവസമേ അവർ നോയമ്പെടുക്കാൻ പറയുന്നുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ മാതാവിൻ്റെ ജപമാല ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെ പറഞ്ഞ് ആ ബ്രദർ എനിക്ക് നാട്ടിലോട്ട് ഒരു പ്രാർത്ഥനാ പുസ്തകവും പ്രാർത്ഥന എങ്ങനെ ചെല്ലണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റിൽ ഒരു കൊറിയർ അയച്ചു. ഇതാണ് ആ പ്രാർത്ഥന എങ്ങനെ ചെല്ലണം എന്നുള്ളത്. അവർ തന്നതാണ് എനിക്ക് ഈ മാതാവിൻ്റെ ഈ പുസ്തകം. അതേപോലെ അതിനകത്തുണ്ടായിരുന്നതാണ് ഈ ഒരു കൊന്ത. 30 ദിവസം ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. 30 ദിവസമാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒക്ടോബർ 3 എക്സാം എഴുതിയത്. നാട്ടിൽ പോയി ട്രിവാൻഡ്രത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയിട്ട് ഒക്ടോബർ 3 ഞാൻ എക്സാം എഴുതി. ഒക്ടോബർ 28 എൻ്റെ റിസൾട്ട് വന്നു. സത്യം പറഞ്ഞാൽ 30 ദിവസമായില്ല, എനിക്ക് തോന്നുന്നു 21 ദിവസമോ അങ്ങനെ എങ്ങാണ്ടായപ്പോൾ തന്നെ 21 ദിവസം ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ കൈവെടിയരുത്, എനിക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ, നല്ലത് വരണമെന്ന് അല്ലാതെ വേറൊന്നും ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ. അങ്ങനെ റിസൾട്ട് വന്നു. പെട്ടെന്നൊരു ആ സമയത്ത് എൻ്റെ പപ്പ ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിലായിരുന്നു. അന്നൊരു ഉച്ചയ്ക്കാണ് ഞങ്ങൾ റിസൾട്ട് നോക്കുന്നത്. ചുമ്മാ ഒന്ന് മെയിലെടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ പാസ്സായി എന്ന് പറഞ്ഞിട്ട് മെയിൽ കണ്ടത്. സത്യത്തിൽ ഈ സൗദി അറേബ്യയിൽ ഇങ്ങനൊരു ചാൻസ് കിട്ടിയ ഒരാളുണ്ടോ എന്നെനിക്കറിയില്ല. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് തന്നെ പറയാം. 3 തവണ എക്സാം എഴുതി ഫെയിലായി ബ്ലാക്ക് ലിസ്റ്റിലായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയോ എൻ്റെ മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെയും പലരുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ആ ഒരു സമയത്ത് ഇങ്ങനൊരു അത്ഭുതം നടന്നത്. 4മതൊരു ചാൻസ് കിട്ടാനും അതെഴുതി പാസ്സാവാനും ദൈവം അനുഗ്രഹിച്ചു. ആ ഒരു സമയത്ത് എക്സാമിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും നമ്മളൊരു നന്ദി വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ തീരില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുക്കാൻ ഒത്തിരി വൈകിപ്പോയി. അതിന് ദൈവത്തിനോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതേപോലെ ഈ നിയോഗ ജപമാല, അതിൽ
എനിക്ക് 100% വിശ്വാസമാണ്. എത്രയോ മനുഷ്യർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു ഇടപെടൽ മാത്രം മതി. എനിവേ, എല്ലാവരോടും നന്ദി.